വയനാട് ദുരന്തത്തിൽ കേന്ദ്ര സഹായം ഉണ്ടാകുമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. സംസ്ഥാന സർക്കാരിനെ കുറ്റം പറയാനാകില്ല. സംസ്ഥാന സർക്കാരും വിഷയത്തിൽ അതിവേഗം നീങ്ങുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കേരളം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കണക്ക്. അപ്പോൾ അത് അതിൻ്റെ നടപടി അനുസരിച്ച് ഉടനെ ഉണ്ടാകും. അമിത്ഷാ പറഞ്ഞിട്ടുമുണ്ട്. ഈ കാര്യത്തിൽ നടപടികൾ അതിവേഗം, അതൊരു സംസ്ഥാന സർക്കാരിനെ ഞാൻ കുറ്റം പറയുന്നില്ല, നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി ജോഷില ചേരുകയാണ്. ജോഷില, ജോർജ് കുര്യനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇതുവരെ ഉണ്ടായിരുന്ന തീരുമാനങ്ങളിൽ മാറ്റം വരുന്നു, അത്ഭുതം തോന്നുന്നു. എന്തായിരുന്നാലും നല്ല കാര്യം. എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം ആദ്യം കേരള സർക്കാരിനെ അടക്കം കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് സംസാരിച്ചതെങ്കിലും പിന്നീട് അദ്ദേഹത്തിന് കുറ്റം പറയാതിരിക്കേണ്ട ഒരവസ്ഥ വരുന്നു എന്ന് പറയുന്നതാവും ഉചിതം. കാരണം അദ്ദേഹം പറഞ്ഞത് വയനാട് ദുരന്തമുണ്ടായപ്പോൾ ആദ്യം എത്തിയത് ഞാനാണ്, അവിടെ ഒരു MLA യോ MP യോ ഒന്നും കണ്ടില്ല എന്നുള്ള കാര്യമാണ്. എന്നാൽ കേരളത്തിലെ എല്ലാവർക്കും അറിയാം, 4 മന്ത്രിമാർ അവിടെ നിന്നുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചത്, നിയന്ത്രിച്ചത് എന്നുള്ള കാര്യം. മന്ത്രി മുഹമ്മദ് റിയാസ് ആയാലും AK ശശീന്ദ്രനായാലും K രാജൻ അടക്കമുള്ള മന്ത്രിമാർ അവിടെ തന്നെ നിന്നുകൊണ്ട്, ആ ദുരന്തമുണ്ടായത് മുതൽ അവിടെ തന്നെ നിന്നുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളിലും ഏകോപനം ഉണ്ടാക്കിയത് എന്നുള്ളത് കേരളത്തിന് മുഴുവൻ അറിയാവുന്ന കാര്യമാണ്. അപകടത്തിനായ ഒരു മന്ത്രിസഭാ ഉപസമിതി തന്നെ ദുരന്തവുമായി ബന്ധപ്പെട്ട് തീർച്ചയായും ജിംഷാദ്, അന്ന് കേരള സർക്കാർ എങ്ങനെയാണ് ആ ദുരന്തത്തെ നേരിട്ടത് എന്നുള്ളത് കേരളം മുഴുവൻ കണ്ട കാഴ്ചയാണ്. അപ്പോഴാണ് അദ്ദേഹം വന്ന് പറയുന്നത് ഞാനാണ് ദുരന്തമുഖത്ത് ആദ്യം എത്തിയത്, അവിടെ MLA യോ MP യോ ആരെയും കണ്ടില്ല എന്നുള്ളത്. അതേസമയം തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. കേരളം കണക്ക് ബോധിപ്പിക്കാൻ 3 മാസം കഴിഞ്ഞു. ഏകദേശം 290 കോടി രൂപയടക്കം പറയുന്നുണ്ട്. അതുപോലെ തന്നെ 214 കോടി ചോദിച്ചെടുത്ത് 290 കോടി കൊടുത്തു എന്നുള്ളതാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത്. എന്നാൽ അതിനെ ചോദ്യം ചെയ്ത സമയത്താണ് അദ്ദേഹം പറയുന്ന ഒരു കാര്യം, കേരളം ചോദിച്ച തുക തരാനുള്ള നടപടികൾ ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്, അമിത്ഷാ അടക്കം അത് പറഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ്. എന്തായാലും കേരളത്തിന് അല്പം പ്രതീക്ഷ നൽകുന്ന മറുപടി തന്നെയാണ് അത് എന്നുള്ളതാണ്. അത് മാത്രമല്ല, മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞത്, കേരളത്തിന്റെ ഈ ദുരന്തമുഖത്തെ പ്രവർത്തനങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ, അല്ലെങ്കിൽ പ്രവർത്തനങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ കേരളത്തെ കുറ്റം പറയാനാവില്ല, കേരള സർക്കാരിനെ കുറ്റം പറയാനാവില്ല, അത് വേഗത്തിൽ തന്നെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന് അത് സമ്മതിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. കേരളത്തിന്റെ പുനരധിവാസ പ്രവർത്തനങ്ങൾ അതിവേഗം നടന്നുകൊണ്ടിരിക്കുകയാണ്, കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആ നീക്കം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം കേരള സർക്കാരിനെ കുറ്റപ്പെടുത്താനാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സമ്മതിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പോവുകയുണ്ടായി. ജിംഷാദ്. ശരി, ജോഷിലാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്.